ലാലാ മുക്കാബുല ലൈല ലൈല ഫിലിപ്പോസ് മാമന്റെ ചക്കര മോളെ എവിടെ പോയിട്ട് വരെയാണ്? ഫിലിപ്പോസ് അങ്കിളോ? ഞാൻ കണ്ടില്ല കേട്ടോ. അതെനിക്കറിയാൻ മേലെ. കണ്ടെങ്കി ഉടനെ മാമന് മോളുടെ വക ഒരു ചക്കരമുത്ത ഉറപ്പല്ലേ? ഞാൻ ഈ ഫുഡൊന്നും എത്തിക്കട്ടെ, ഇന്ന് ഗസ്റ്റ് ഉള്ളതല്ലേ. ഞാൻ വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ. ഓ, ഈ പിള്ളേരുടെ ഒരു സൽക്കാരപ്രിയം. അങ്കിൾ ഇതൊക്കെ മുറി കൊണ്ടു വെച്ചിട്ട് വേഗം വരാ. കെട്ടിയെടുത്തിട്ടുണ്ട് ആ ശൃംഗാരമൂരി ഫിലിപ്പോസ്. ചെന്ന് ചാടിക്കൊടുത്തല്ലേ അയാളുടെ മുമ്പില്. മുങ്ങാൻ തുടങ്ങിയതും മാമന്റെ ചക്കരമോളെന്ന് വിളിച്ച് ചാടി വീണ്. അയാളുടെ ഒരു വാത്സല്യം. പോട്ടെ, അയാൾ ഒരു പാവ. സ്നേഹപ്രകടനം ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. അത് പിന്നെ നിങ്ങളുടെ അച്ഛന്റെ പഴയ ചങ്ങാതി എന്നുള്ളൊരു അധികാരം കാട്ടില്ല. എന്ന് വെച്ച് വലുതായാലും അതുപോലെ തന്നെ പെരുമാറണോ? നീ ഇട്ട പേര് കറക്റ്റാ, ശൃംഗാരമൂരി. കമല മോളെ, ഇതാരാ വന്നിരിക്കണെന്ന് നോക്കി. വന്നിറങ്ങിയപ്പോ തന്നെ പത്മമോളെ കണ്ടു. മോളിൽ ചെന്നപ്പോഴാ ഓർത്തത് ഞാൻ കമലമോളെ കണ്ടില്ലല്ലോന്ന്. അതാ കുളിയും റെസ്റ്റ് എടുക്കലും ഒക്കെ പിന്നെ ആകാന്ന് കരുതിയത്. ഈയിടെയായിട്ട് കമലമോൾക്ക് ഫിലിപ്പോസ് അങ്കിളിനോട് സ്നേഹം ഇച്ചിരി കുറഞ്ഞോന്നൊരു സംശയം. ചെറിയ സംശയമുള്ളൂ. രണ്ടുപേരെ ഈ മടിയിലിരുത്തി എത്ര കളിപ്പിച്ചാണെന്നറിയോ ഈ മാമൻ? ഇല്ലേ സോഫിയമ്മ ടീച്ചറെ? ഒക്കെ മറന്നു മക്കള്. നിങ്ങള് മറന്നാലും ഫിലിപ്പോസ് മാമന് മറക്കാൻ പറ്റുമോ? ഇവിടെ വന്നേ. ഫിലിപ്പോസ് പോയി കുളിക്കട്ടെ, കുട്ടികൾക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോഴേക്കും ഭക്ഷണമൊക്കെ റെഡിയായി കഴിഞ്ഞാ? മക്കളെ സ്നേഹിക്കുന്നതിനിടയിൽ ഞാനിത് കണ്ടില്ല. മക്കളെ ഫിലിപ്പോസ് മാമനോട് പ്രത്യേകം ഉണ്ടാക്കിയല്ലേ. കുളിയൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ടാവാം. ടൂറിസ്റ്റുകൾക്കുള്ള ഫിലിപ്പോസ് അങ്കിളെ. ഇത് മട്ടനാ? അല്ല, ചിക്കൻ. ചിക്കനാ? അയ്യേ, എനിക്ക് വേണ്ട, ഗ്യാസാ. ടീച്ചറെ കഞ്ഞി ഉണ്ടാവും എടുക്കാൻ? ആ, കഞ്ഞിയും ക്യാരറ്റ് ജ്യൂസും നല്ല കോമ്പിനേഷൻ. ഓറഞ്ച് ജ്യൂസാ, സായിപ്പിനുള്ളതാ. ഓറഞ്ച് ജ്യൂസ് അത്? അയ്യേ, എനിക്ക് വേണ്ട, അതും ഗ്യാസാ. ഇനിയിപ്പോ തിന്നാനെന്താ ഉള്ളത്? വെള്ളമുണ്ട്. വെള്ളം എങ്ങനെയാ തിന്നാ? നാരങ്ങുള്ളൂ ആയിരിക്കും. അല്ലല്ല, പച്ചവെള്ളം. ഓ, ഈ സമയത്ത് വെള്ളം കുടിക്കുന്ന ഗ്യാസാ. എന്നാലും 2 ഗ്ലാസ് എടുത്തോ, ഇത്തിരി ഐസിട്ടേക്ക്. വെള്ളം ഇനിയും കിണറ്റി പോയി കോരണം. എന്നാ പിന്നെ കുളിക്കുമ്പോ കുടിക്കല്ലേ. കുളിച്ചൊരു ഉഷാറോടെ വരാം. അതിനിടയ്ക്ക് ഡിന്നർ റെഡിയാക്കി വെച്ചേക്ക്. കർത്താവേ, അതിനുള്ളിൽ എനിക്ക് വിശപ്പ് മാറാതിരുന്നാ മതിയേ. ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇത് മട്ടനാണോ? അല്ല, ചിക്കനാണ്. അത് ഗ്യാസാ. ഓ, ഗ്യാസ് ഗ്യാസ്. ഫിലിപ്പോസ് ഗ്യാസ്. What the hell are you doing here? എല്ലാരും ചെയ്യണല്ലേ സായിപ്പേ. Bloody fool! It's time to sleep. You sleep, bro. I wash. I not wash. എന്റെ തുണിയൊക്കെ താൻ വാഷുവോ? Bullshit. ബുൾസൈ വേണമെങ്കിൽ പിള്ളേരോട് പറഞ്ഞാ മതി. What's it? What is a? ഈ സമയത്താ, ഇപ്പൊ കിട്ടൂല. പോടോ. Stop it. ദേ സായിപ്പ് എന്നോട് കളിക്കണ്ടാ. 1947 ഡിസംബർ മാസം 14-ാം തീയതി ഉച്ചരിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കഴുത്തെ പിടിച്ചാൽ പുറത്താക്കിയതാണ്. പിന്നെ കയറി വന്നിരിക്കാൻ നാണം കേട്ട്. ഉഞ്ചി പോവാശാനെ. അമ്മ കിടന്നോളൂ. സായിപ്പേ മൊട്ടത്തലയൻ സായിപ്പേ, പോയി കിടന്നുറങ്ങട സായിപ്പേ. സായിപ്പേ കാലമാടൻ സായിപ്പേ. This is a washing soap, not കുളിക്കൽസ്. ഇയാക്കെന്തിനാ ഈ പാതിരാക്ക് സോപ്പ്? You know what's the time now? This man is disturbing us. We can't sleep. എന്താ ഫിലിപ്പോസ് അങ്കിൾ ഇത്? ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താനായിട്ട് നിർത്ത്. ഇതൊക്കെ വന്നപ്പോ ചെയ്തുകൂടായിരുന്നോ? അതെങ്ങനെയാ? അലക്കാനും കുളിക്കാനും ഒക്കെ നേരം കാലം ഒക്കെ നോക്കണ്ട മോളെ. എന്ന് വെച്ച് ഈ അർദ്ധരാത്രിയിലോ? നേരം വിളിക്കാൻ 4 മണിക്കൂറേ ഉള്ളൂ. ചോദിക്കണേ ഇതിനു മുമ്പ് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ അയാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. സായിപ്പിന് കുളിക്കുക അലക്കുകയും ചെയ്യുന്ന ആളെ കണ്ട അസൂയ. ആശാനെ, ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത്? അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം. മനസ്സിലായ? അതെങ്ങനെ അപ്പിയിട്ടാ കഴുകാത്ത സായിപ്പിന് ഇതുപോലെ മനസ്സിലാവും. പിന്നെ പാർട്ടീസ്, അതായത് ഷിറ്റ് ഇട്ടാ കഴുകാത്ത പാർട്ടി എന്ന് പറഞ്ഞതാ. അണ്ടർസ്റ്റാൻഡ്? യു പ്ലീസ് ഗോ സർ, ഐ വിൽ മാനേജ് ഇറ്റ്. It's okay. അയ്യോ, ഇയാളെ മാനേജറാക്കിയ കുഴയും. ഒന്ന് നിർത്തങ്ങളെ. നിർത്തി. ഇനി 12 ജഡ്ഡിയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് ഈ കൊല്ലം അലക്കണ്ട. പോയി പിണങ്ങിപ്പോയി.